കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ചർച്ച നിർണായക ഘട്ടത്തിലേക്ക് MLA-മാരുടെ അഭിപ്രായങ്ങൾ തേടാൻ നിരീക്ഷക തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ദേശീയ നേതൃത്വത്തിലുള്ള സ്വാധീനമുപയോഗിച്ച് കരുനീക്കം നടത്താൻ KC വേണുഗോപാൽ ഒരു ഭാഗത്ത്, ജനവികാരം മാനിക്കണമെന്ന VD സതീശൻ വിഭാഗം മറുഭാഗത്ത്. ഞങ്ങളുടെ പ്രതിനിധി രഞ്ജിത്ത് അമ്പാടി ചേരുന്നു. രഞ്ജിത്ത്, 3 പേരാണ് മുഖ്യമന്ത്രി പദത്തിനായിട്ട് മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതും ഈ 3 പേരും മത്സര രംഗത്ത് ഉണ്ട്. ഫ്ലക്സ് യുദ്ധം ഒരു ഭാഗത്ത് സജീവമായിട്ട് നടക്കുന്നുണ്ട്. മാത്രമല്ല, കേന്ദ്ര നേതൃത്വത്തെ സ്വാധീനിച്ച് മുഖ്യമന്ത്രിയാകാനുള്ള ചരടുവലി നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും മുഖ്യൻ KC വേണുഗോപാൽ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. AICC ജനറൽ സെക്രട്ടറിയാണ്. രാഹുലുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന KC വേണുഗോപാൽ ഒന്നാഞ്ഞു പിടിച്ച മുഖ്യമന്ത്രി സ്ഥാനം കിട്ടും. പക്ഷേ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളുണ്ടാവും. ഇപ്പോൾ സതീശൻ, VD സതീശൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം മന്ത്രിസഭയിലേക്കില്ല എന്നാണ്. അങ്ങനെ സതീശൻ വിട്ടു നിൽക്കുകയാണെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവായി പല പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകിയ, സർക്കാരിനെതിരെയുള്ള പല പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകിയ സതീശൻ മാറി നിൽക്കുകയാണെങ്കിൽ അതൊരു മറ്റൊരു സന്ദേശമാണ് നൽകുക. തുടക്കത്തിൽ തന്നെ കല്ലുകടിയുണ്ടാവും. പിന്നെ രമേശ് ചെന്നിത്തലയുമുണ്ട്. രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി അത് മുന്നിൽ വെച്ചാണ് അദ്ദേഹം ഈ മത്സര രംഗത്ത് ഉള്ളത്. ഇന്ന് നിർണായകമായിട്ടുള്ളൊരു തീരുമാനമുണ്ടാകുമോ? എന്തായാലും MLA-മാരുമായിട്ട് കൂടിയാലോചിക്കും. ആരാവണം മുഖ്യമന്ത്രി, നിയമസഭാ കക്ഷി നേതാവ് ആരാവണം എന്നൊക്കെയുള്ള കൂടിയാലോചനകളുണ്ടാവും. ഇന്ന് തന്നെ ഒരു തീരുമാനത്തിൽ എത്താൻ ഈ ദേശീയ നിരീക്ഷകർക്ക് സാധിക്കുമോ? ഇന്നൊരു തീരുമാനത്തിൽ എത്താൻ സാധ്യതയില്ല. ഇന്ന് MLA-മാരെയും ഘടകകക്ഷി നേതാക്കളെയും പ്രത്യേകം നിരീക്ഷകർ കാണും. അതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. നിരീക്ഷകർ ഇപ്പോൾ KPCC ആസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അജയ് മാക്കനും മുകുൾ വാസനിക്കുമാണ് നിരീക്ഷകരായി എത്തിയത്. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇക്കാര്യത്തിൽ VD സതീശൻ വിഭാഗം മുന്നോട്ട് വച്ചിരിക്കുന്ന ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളിൽ ഒരു നിബന്ധന അംഗീകരിച്ചുവെങ്കിൽ മറ്റൊരു നിബന്ധന ഇപ്പോൾ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2 നിബന്ധനകളാണ് VD സതീശൻ വിഭാഗം മുന്നോട്ട് വെച്ചത്. ഒന്ന്, MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണണം. MLA-മാരെ കൂട്ടത്തോടെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അവർക്ക് കൃത്യമായി പ്രകടിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് MLA-മാരെ നിരീക്ഷകർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണണം. അത് ഏറെക്കുറെ ഇപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ദീപാദാസ് മുൻഷി, കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിലാകരുത് നിരീക്ഷകർ MLA-മാരെ കാണുന്നത് എന്നൊരു ആവശ്യം കൂടി VD സതീശൻ വിഭാഗം മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഈ നിരീക്ഷകർക്കൊപ്പം ദീപാദാസ് മുൻഷി കൂടി ഉണ്ടാകും. സ്വാഭാവികമായും എന്തുകൊണ്ടാണ് VD സതീശൻ വിഭാഗം ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അതുമാത്രവുമല്ല, ഒരു AICC ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക്, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് KC വേണുഗോപാലിനാണ് ദീപാദാസ് മുൻഷി റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ KC വേണുഗോപാലിനെ കൂടി പരിഗണിക്കുന്ന ഒരു മുഖ്യമന്ത്രി ചർച്ചയിൽ എങ്ങനെയാണ് KCയുടെ പേര് വെട്ടിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ദീപാദാസ് മുൻഷി കൊടുക്കുന്നത് എന്ന ചോദ്യം കൂടി പ്രസക്തമാകുന്നു. ഇത്തരത്തിൽ സംഘടനയിൽ തനിക്കുള്ള അപ്രമാദിത്യം, അല്ലെങ്കിൽ KC അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധം, ദേശീയ നേതൃത്വത്തിൽ തനിക്കുള്ള അപ്രമാദിത്യം, ഇതൊക്കെ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി പദത്തിൽ കടന്നുകൂടാമെന്നാണ് KC വിഭാഗത്തിൻ്റെ വലിയ താല്പര്യം. എന്നാൽ ജനവികാരം എന്നുള്ളത് പരിഗണിക്കണമെന്നാണ് VD സതീശൻ വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. MLA-മാരുടെ എണ്ണമല്ല, മറിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം സർക്കാരിനെതിരെ നടത്തിയ പോരാട്ടത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. ആ തെരഞ്ഞെടുപ്പ് വിജയം ടീം UDF-നെ നയിച്ചത് VD സതീശനാണ്. ആ നിലയ്ക്ക് VD സതീശന് സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിമുണ്ട്. ആ ക്ലെയിമാണ് മറ്റ് 2 പേരെക്കാൾ മുകളിൽ നിൽക്കുന്നത് എന്നുള്ള നിലപാട് തന്നെയാണ് ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, MLA-മാരെ മാത്രമല്ല, മറിച്ച് UDF-ൻ്റെ ഘടകകക്ഷികളെ കൂടി കേൾക്കാൻ ഈ നിരീക്ഷകർ ഇന്ന് തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. 4:30 ഇന്ന് വൈകുന്നേരം 4:30 മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തിരുവനന്തപുരത്തെത്തും. അവരുമായി നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തും. RSPയുടെയും കേരള കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തും. ഇത് VD സതീശൻ വിഭാഗത്തിന് വലിയൊരു ആശ്വാസമാണ്. കാരണം ലീഗ് തുടക്കം മുതൽ തന്നെ അതിശക്തമായി VD സതീശന് വേണ്ടി വാദിക്കുകയാണ്. KC അല്ല, ചെന്നിത്തലയല്ല, 2 പേരെയും മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം പിണറായി വിജയനെതിരെ വലിയ പോരാട്ടം നടത്തിയ VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാണ് ലീഗിൻ്റെ പ്രഖ്യാപിത നിലപാട്. ഇത് കൃത്യമായി തന്നെ ലീഗ് നിരീക്ഷകരെ അറിയിക്കും. ലീഗിൻ്റെ ഒരു താല്പര്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് എങ്ങനെ
കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് വരും മണിക്കൂറുകളിൽ കാണേണ്ടതാണ്. രാവിലെ തിരുവനന്തപുരത്തെ ഒരു പ്രധാന ഹോട്ടലിൽ തങ്ങുകയായിരുന്ന മുകുൾ വാസ്നിക്കിനെയും അജയ് മാക്കനെയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ പോയി കണ്ടിരുന്നു. വി ഡി സതീശൻ ഏകദേശം 30 മിനിറ്റോളം നേരം നിരീക്ഷകരുമായി ചർച്ച ചെയ്തു. KC വിഭാഗമാകട്ടെ ഇപ്പോൾ പറയുന്നത് വി ഡി സതീശന് അനുകൂലമായി സോഷ്യൽ മീഡിയയിലൊക്കെ ഉയരുന്നത് ഒരു PR വർക്കിന്റെ ഭാഗമാണ്. അതിലൊന്നും തന്നെ നിരീക്ഷകർ വീഴേണ്ടതില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ വീഴേണ്ടതില്ല. ഒരു കാര്യം കൂടി തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP-മാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനമെടുത്ത ഹൈക്കമാൻഡ് എങ്ങനെ നിലവിലുള്ള ഒരു MP-യെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കും? വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയല്ലേ അത്? കാരണം പല MP-മാരും കച്ചകെട്ടി ഇറങ്ങിയതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ. സുധാകരനെ അടക്കം നമുക്കറിയാം. സുധാകരൻ ഒരു വേള പാർട്ടി വിട്ടു പോകുമോ എന്ന സംശയം പോലും ജനിപ്പിച്ചിരുന്നു. ഇപ്പോൾ നോക്കൂ, അങ്ങനെ ഒരു പ്രതിസന്ധി മറികടന്ന് അന്ന് ഉറച്ചൊരു തീരുമാനമെടുത്ത ഹൈക്കമാൻഡിന് എങ്ങനെ KC വേണുഗോപാലിൻ്റെ കാര്യത്തിൽ ആ ശക്തമായിട്ടുള്ള നിലപാടിൽ വെള്ളം ചേർക്കാനാവും, ആ നിലപാടിൽ അയവ് വരുത്താനാകും? തീർച്ചയായിട്ടും സുധാകരൻ അന്ന് മത്സരിക്കണമെന്ന് വലിയ താല്പര്യം കാണിച്ചിരുന്നു. അന്ന് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം, പ്രത്യേകിച്ച് വി ഡി സതീശൻ തന്നെയാണ് MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതിനെ ഏറെക്കുറെ എല്ലാവരും പിന്തുണച്ചു. ഒടുവിൽ ഹൈക്കമാൻഡ് തന്നെ, അതൊക്കെ ദേശീയ നേതൃത്വം തന്നെ അക്കാര്യത്തിൽ ഒരു കർശനമായ താക്കീത് നൽകി. ആരും മത്സരിക്കേണ്ടതില്ല. സുധാകരൻ മാത്രമല്ല, സുധാകരൻ മത്സരിക്കാൻ താല്പര്യം കാണിച്ചിരുന്നു, അടൂർ പ്രകാശ് മത്സരിക്കാൻ താല്പര്യം കാണിച്ചിരുന്നു. അങ്ങനെ നിരവധി MP-മാർ, ഏകദേശം 9ഓളം MP-മാർ മത്സരിക്കാൻ താല്പര്യം കാണിച്ചിരുന്നു. കേരളത്തിൽ മന്ത്രിയാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവരെ പൂർണ്ണമായും വെട്ടിയൊതുക്കുകയായിരുന്നു അന്ന് ദേശീയ നേതൃത്വം ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് കെട്ടിയിറക്കാനുള്ള നീക്കം നടക്കുന്നത്. ഇതാണ് അണികളും ഘടകകക്ഷികളും ചോദിക്കുന്നത്. ഒരിടത്ത് ഒരു നിയമം, മറ്റൊരിടത്ത് മറ്റൊരു ന്യായം. ഇതെങ്ങനെ സാധ്യമാകും? KC വേണുഗോപാൽ കേരളത്തിൽ സജീവമല്ല കഴിഞ്ഞ കുറേ കാലങ്ങളായി. അതുമാത്രവുമല്ല, നിയമസഭയിൽ മത്സരിച്ചിട്ടില്ല. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെങ്കിൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ നേരിടണം. ഈ വമ്പിച്ച വിജയം നേടിയതിന് പിന്നാലെ എന്തിനാണ് ഇത്തരം ഉപതെരഞ്ഞെടുപ്പുകളെ നേരിടേണ്ടി വരുന്നത്? അത്തരത്തിലൊരു അത്യാവശ്യം എന്താണ്? വി ഡി സതീശൻ ഇവിടെ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് വി ഡി സതീശനെ മാറ്റി നിർത്തിക്കൊണ്ട് KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയായി വരണമെന്ന് ഹൈക്കമാൻഡ് അല്ലെങ്കിൽ ദേശീയ നേതൃത്വം ഇത്തരത്തിലുള്ള ശാഠ്യം പിടിക്കുന്ന എന്തിനാണ്? ഈ ചോദ്യമാണ് ഘടകകക്ഷികളും അണികളും ഉന്നയിക്കുന്നത്. അണികളുടെ ഭാഗത്തു നിന്നുള്ള വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അങ്ങേക്കറിയാം, പണ്ട് VS അച്യുതാനന്ദനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും പിന്നീട് VS-ന് മുഖ്യമന്ത്രി സ്ഥാനം നൽകാതിരിക്കുകയും ചെയ്ത ഘട്ടത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടതുപക്ഷ പ്രവർത്തകർ നടത്തിയ വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളുമുണ്ട്. അതിന് സമാനമായ പ്രതിഷേധങ്ങൾ കോൺഗ്രസിനുള്ളിൽ പൊട്ടിപ്പുറപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അണികളുടെ വികാരം വി ഡി സതീശന് അനുകൂലമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം നമുക്കറിയാം, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നു. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുമായി LDF വീണ്ടും അധികാരത്തിൽ വന്നത്. അപ്പോൾ വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ 5 വർഷക്കാലം പ്രതിപക്ഷത്തെ നയിച്ചുകൊണ്ട് കേരളത്തിൽ പ്രതിപക്ഷത്തിന് ചരിത്രപരമായ, UDF-ന് ചരിത്രപരമായ ഒരു വിജയം നേടിക്കൊടുത്ത വി ഡി സതീശൻ്റെ അയോഗ്യത എന്താണ്? എന്തിനാണ് വി ഡി സതീശൻ്റെ മുകളിലേക്ക് മറ്റു ചിലരെ കെട്ടിയിറക്കാൻ ദേശീയ നേതൃത്വം, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ശ്രമിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമായി വരുന്നുണ്ട്. ഇതിന് മറുപടി പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതുമാത്രവുമല്ല, 2 ഉപതെരഞ്ഞെടുപ്പ് എന്തിനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. രഞ്ജിത്ത് അമ്പാടി, ഞാൻ വരും മണിക്കൂറുകളിൽ താങ്കളിലേക്ക് തന്നെ വരാം. കാരണം 3 പേരിൽ ആരാകും മുഖ്യമന്ത്രി? KC വേണുഗോപാൽ, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല. ഇവരിൽ ആരാകും മുഖ്യമന്ത്രി? അത് തീരുമാനിക്കാനാണ് ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ, നിരീക്ഷകർ ഇപ്പോൾ കേരളത്തിലെത്തിയിരിക്കുന്നത്. MLA-മാരുമായിട്ട് ചർച്ച നടത്തുന്നു. അതുപോലെ UDF-ലെ ഘടകകക്ഷി നേതാക്കന്മാരുമായി ചർച്ച നടത്തും. KC വേണുഗോപാലിനെ പിന്തുണക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അതുപോലെ തന്നെ വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയും അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന MLA-മാരും ഉണ്ട്. എന്നാലും രഞ്ജിത്ത് അമ്പാടി റിപ്പോർട്ട് ചെയ്തതുപോലെ ഇത് സുഗമമായി മുന്നോട്ട് പോകും എന്ന് പ്രത്യാശിക്കേണ്ട. ഇന്ന് ഒരു തീരുമാനത്തിൽ എത്താൻ ഒരുപക്ഷെ ദേശീയ നേതൃത്വത്തിന് സാധിക്കില്ല എന്നാണ് നിലവിലുള്ള സ്ഥിതിഗതികളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്.